ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള യൂണിവേഴ്സിറ്റി 2ാം വർഷ BA ഹിന്ദി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പദ്യവിഭാഗത്തിലെ പേപ്പർ 2-ലുള്ള കാവ്യധാര എന്ന ഒരു ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയമുണ്ട്. ശ്രീ സൂര്യകാന്ത് ത്രിപാഠി നിരാലാജിയുടെ ഭിക്ഷുക് എന്ന് പറയുന്ന കവിതയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കവിതയാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാലാജിയുടെ ഭിക്ഷുക് എന്ന് പറയുന്ന കവിത. നമുക്ക് ആ കവിത ഒന്ന് പരിചയപ്പെടാം. സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചെറിയ പദ്യമാണ് ഭിക്ഷുക്. നിരാലാജി ഹിന്ദിക്ക് ബഡെ ക്രാന്തികാരി കവി ഹെ. നിരാലാജി ഹിന്ദിയിലെ വലിയ ഒരു വിപ്ലവ കവിയാണ്. अपनी प्रतिभा और विशेषताओं के कारण हिंदी साहित्य में उनका സ്ഥാൻ നിരാല है. അദ്ദേഹത്തിന്റെ കഴിവും സവിശേഷതയും കാരണത്താൽ ഹിന്ദി സാഹിത്യത്തിൽ അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥാനമുണ്ട്. उन्होंने हिंदी साहित्य को क्रांति और जागरण का संदेश दिया है. ഹിന്ദി സാഹിത്യത്തിന് ഒരു പ്രത്യേകം വിപ്ലവവും ഉണർവും ആയ സന്ദേശം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. आपने कविता कामायनी को छंद के बंधन और प्रास के रजत पाश से मुक्त कर സ്വതന്ത്രത के राज मार्ग पर खड़ा कर दिया है. തന്റെ കവിതയിൽ കാമായനിയിലെ വൃത്ത അലങ്കാര ഇതങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മോചിപ്പിച്ച സ്വതന്ത്രമായ ഒരു രീതിയിലാണ് അദ്ദേഹം കവിത രചിച്ചിരിക്കുന്നത്. ഉൻകെ സമ്പൂർണ്ണ സാഹിത്യക്ക് മൂല പ്രേരണ ഓജ വിദ്രോഹ് ഔർ ഊർജസ്വിത ഹെ. അദ്ദേഹത്തിന്റെ മുഴുവൻ സാഹിത്യത്തിലും ഓജസ്, അതുപോലെ തന്നെ രാജ്യസ്നേഹം, ഇതൊക്കെയാണ് പ്രകടമാകുന്നത്. उन्होंने अपनी छायावादी कविता में प्रकृति के विराट सौंदर्य का ചിത്രം किया है. അദ്ദേഹം തന്റെ ഛായാവാദി കവിതകളിലൂടെ പ്രകൃതിയുടെ ബൃഹത്തായ സൗന്ദര്യത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന വളരെ ചെറിയ ഒരു പദ്യം ഭിക്ഷുക്, അത് അദ്ദേഹത്തിന്റെ അപര എന്ന് പറയുന്ന കാവ്യസംഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. इस कविता में कवि एक भिक्षु की दयनीय अवस्था का वर्णन करते हैं. ഈ കവിതയിൽ കവി ഒരു ഭിക്ഷുവിന്റെ ദയനീയമായ അവസ്ഥയാണ് വർണ്ണിക്കുന്നത്. ഭിക്ഷുക്കെ പ്രതി കവി के हृदय में സംവേദന ഉമ്മട് പടി है. ഒരു ഭിക്ഷക്കാരനോട് കവിയുടെ ഹൃദയത്തിലുള്ള ഒരു സെൻസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഭിക്ഷക്കാരനോടുള്ള ഒരു ദയവാണ് ഇതിൽ പ്രകടമാകുന്നു. വേ കഹ് ഉട്ടേ ഹെ കി ഹേ ഭിക്ഷുക് മേരെ ഹൃദയ മേ തുമാരെ ലിയെ ദയാ കാ അമൃത് ഹെ. അല്ലയോ ഭിക്ഷക്കാര, താങ്കളുടെ മേൽ എന്റെ ഹൃദയത്തിൽ ദയവ് നിറഞ്ഞ അമൃതമുണ്ട്. ഇസ് കവിതാ കെ ദ്വാര കവി പാഠകോं के मन में दया पैदा करने में खूब सफल हुए हैं. ഈ കവിതയിലൂടെ വായനക്കാരന്റെ മനസ്സിലേക്ക് ദയവ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കവി നന്നായി വിജയിച്ചിട്ടുണ്ട്. ഇതിൽ കവി പറയുന്നു, വഹ് ആത്താഹേ, അവൻ വരുന്നു. എങ്ങനെയാണ് വരുന്നത്? ദോ ഠൂക്ക് കളേജേക്ക് കർത്ത പശ്ചതാത്ത പധുബറാത്ത. രണ്ട് ഹൃദയവും ഭേദിക്കപ്പെട്ടുകൊണ്ട് അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് വഴിയിലൂടെ നടന്നു വരുന്നു. അതാണ് കവി പറയുന്നത്. കവി ഭിക്കാരി की दयनीय दशा का वर्णन करता हुआ कहता है कि वह अत्यंत दुखी होता हुआ और पश्चातापता हुआ पथ पर आता है. വളരെ ദുഃഖത്തോടുകൂടി പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ വഴിയെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. वह इतना दुर्बल है कि उसके पेट और पीठ दोनों मिलकर एक हो गया है. അവന്റെ വയറും
അവന്റെ മുതുകും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് അവൻ ഇത്രമാത്രം ദുർബലനാണ്. ഓ ലാഠിക്ക് സഹാരെ ചൽ രഹായ്, ഒരു ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് അവൻ നടക്കുന്നത്. अपनी भूख मिटाने को मुट्ठी भर अनाज के लिए वह अपनी फटी पुरानी छोली का मुख फैलाता है. എങ്ങനെയാണ് അയാൾ വരുന്നത്? അവൻ വിശപ്പടക്കുന്നതിന് ഒരു പിടി ധാന്യത്തിനു വേണ്ടി തന്റെ കീറിയ സഞ്ചിയുടെ വായ്ഭാഗം മറ്റുള്ളവരുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് अपनी ധീരത പ്രകട് करता हुआ पथ पर आगे बढ़ता है, തന്റെ ദൈന്യത പ്രകടിപ്പിച്ചുകൊണ്ട് വഴിയെ ഇങ്ങനെ നടന്ന് വരുന്നു. ഉസ് ഭിക്കാരി കെ സാത്ത് ദോ ബच्चे भी है, ആ ഭിക്ഷക്കാരനോടൊപ്പം 2 കുട്ടികളും കൂടിയുണ്ട്. ജോ ഭീക്ക് കെ ലിയെ സദാ ഹാത്ത് ഫൈലാത്തെ രഹത്തെ ഹെ, അവർ ഏതു സമയവും ഭിക്ഷയ്ക്കായി 2 കൈ മുന്നോട്ട് നീട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. ये बाएं हाथ से पेट को मलते हुए, അവര് ഇടത് കൈകൊണ്ട് അവരുടെ വയറ് തിരുമിക്കൊണ്ട് ചലത്തെ ഹെ. और दाहिना हाथ दानी लोगों की दया दृष्टि पाने के लिए बढ़ाते हैं. വലത് കൈ ദാനശീലരായ ആളുകളുടെ നേർക്ക് അവരുടെ ദയാദൃഷ്ടിക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വലത് കൈ നീട്ടിക്കൊണ്ട് നടക്കുന്നു. ജബ് ഉൻകെ ഹോണ്ട് ഭൂക്ക് സെ സൂക്ക് ജാത്തെ ഹെ, അവർ സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ വളരെ പ്രസിദ്ധമായ ഒരു ചെറിയ പദ്യമാണ് ഭിക്ഷുക്. നിരാലജി ഹിന്ദിക്ക് ബഡെ ക്രാന്തികാരി കവി ഹെ. നിരാലജി ഹിന്ദിയിലെ വലിയ ഒരു വിപ്ലവ കവിയാണ്. अपनी प्रतिभा और विशेषताओं के कारण हिंदी साहित्य में उनका സ്ഥാൻ നിരാല है. അദ്ദേഹത്തിന്റെ കഴിവും സവിശേഷതയും കാരണത്താൽ ഹിന്ദി സാഹിത്യത്തിൽ അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥാനമുണ്ട്. उन्होंने हिंदी साहित्य को क्रांति और जागरण का संदेश दिया है. ഹിന്ദി സാഹിത്യത്തിന് ഒരു പ്രത്യേകം വിപ്ലവവും ഉണർവും ആയ സന്ദേശം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. आपने कविता कामायनी को छंद के बंधन और प्रास के रजत पाश से मुक्त कर स्वतंत्रता के राज मार्ग पर खड़ा कर दिया है. തന്റെ കവിതയിൽ കാമായനിയിലെ വൃത്ത അലങ്കാര ഇതങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മോചിപ്പിച്ച സ്വതന്ത്രമായ ഒരു രീതിയിലാണ് അദ്ദേഹം കവിത രചിച്ചിരിക്കുന്നത്. ഉൻകെ സമ്പൂർണ്ണ സാഹിത്യക്ക് മൂല പ്രേരണ ഓജ വിദ്രോഹ് ഔർ ഊർജസ്വിത ഹെ. അദ്ദേഹത്തിന്റെ മുഴുവൻ സാഹിത്യത്തിലും ഓജസ്, അതുപോലെ തന്നെ രാജ്യസ്നേഹം, ഇതൊക്കെയാണ് പ്രകടമാകുന്നത്. उन्होंने अपनी छायावादी कविता में प्रकृति के विराट सौंदर्य का ചിത്രം കിയാ ഹെ. അദ്ദേഹം തന്റെ ഛായാവാദി കവിതകളിലൂടെ പ്രകൃതിയുടെ ബൃഹത്തായ സൗന്ദര്യത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന വളരെ ചെറിയ ഒരു പദ്യം ഭിക്ഷുക്, അത് അദ്ദേഹത്തിന്റെ അപര എന്ന് പറയുന്ന കാവ്യസംഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. इस कविता में कवि एक भिक्षु की दयनीय अवस्था का वर्णन करते हैं. ഈ കവിതയിൽ കവി ഒരു ഭിക്ഷുവിന്റെ ദയനീയമായ അവസ്ഥയാണ് വർണ്ണിക്കുന്നത്. ഭിക്ഷുക്കെ പ്രതി കവിക്ക് ഹൃദയമേ സംവേദന ഉമ്മട് പടി ഹെ. ഒരു ഭിക്ഷക്കാരനോട് കവിയുടെ ഹൃദയത്തിലുള്ള ഒരു സെൻസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഭിക്ഷക്കാരനോടുള്ള ഒരു ദയവാണ് ഇതിൽ പ്രകടമാകുന്നു. വേ കഹ് ഉട്ടേ ഹെ കി ഹേ ഭിക്ഷു മേരെ ഹൃദയമേ തുമാരെ ലിയെ ദയാ കാ അമൃത് ഹെ. അല്ലയോ ഭിക്ഷക്കാര, താങ്കളുടെ മേൽ എന്റെ ഹൃദയത്തിൽ ദയവ് നിറഞ്ഞ അമൃതമുണ്ട്. ഇസ് കവിത के द्वारा कवि पाठकों के मन में दया पैदा करने में खूब सफल हुए हैं.
ഈ കവിതയിലൂടെ വായനക്കാരന്റെ മനസ്സിലേക്ക് ദയവ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കവി നന്നായി വിജയിച്ചിട്ടുണ്ട്. ഇതിൽ കവി പറയുന്നു, വഹ് ആത്താഹേ, അവൻ വരുന്നു. എങ്ങനെയാണ് വരുന്നത്? ദോ ഠൂക്ക് കളേജേക്ക് കർത്ത പശ്ചതാത്ത പധുബറാത്ത, രണ്ട് ഹൃദയവും ഭേദിക്കപ്പെട്ടുകൊണ്ട് അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് വഴിയിലൂടെ നടന്നു വരുന്നു. അതാണ് കവി പറയുന്നത്. കവി ഭിക്കാരി की दयनीय दशा का वर्णन करता हुआ कहता है कि वह अत्यंत दुखी होता हुआ और पश्चातापता हुआ पथ पर आता है. വളരെ ദുഃഖത്തോടുകൂടി പശ്ചാത്തപിച്ചുകൊണ്ട് അവൻ വഴിയെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. वह इतना दुर्बल है कि उसके पेट और पीठ दोनों मिलकर एक हो गया है. അവന്റെ വയറും അവന്റെ മുതുകും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്നത് കൊണ്ട് അവൻ ഇത്രമാത്രം ദുർബലനാണ്. ഓ ലാഠിക്ക് സഹാരെ ചൽ രഹാ ഹൈ, ഒരു ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് അവൻ നടക്കുന്നത്. अपनी भूख मिटाने को मुट्ठी भर अनाज के लिए वह अपनी फट्टी पुरानी छोली का मुख फैलाता है. എങ്ങനെയാണ് അയാൾ വരുന്നത്? അവൻ വിശപ്പടക്കുന്നതിന് ഒരു പിടി ധാന്യത്തിനു വേണ്ടി തന്റെ കീറിയ സഞ്ചിയുടെ വായ്ഭാഗം മറ്റുള്ളവരുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് अपनी दीनता प्रकट करता हुआ पथुपरागी बढ़ता है, തന്റെ ദൈന്യത പ്രകടിപ്പിച്ചുകൊണ്ട് വഴിയെ ഇങ്ങനെ നടന്ന് വരുന്നു. ഉസ് ഭിക്കാരി കെ സാത്ത് ദോ ബच्चे भी है, ആ ഭിക്ഷക്കാരനോടൊപ്പം രണ്ട് കുട്ടികളും കൂടിയുണ്ട്. जो भीख के लिए सदा हाथ फैलाते रहते हैं, അവർ ഏതു സമയവും ഭിക്ഷയ്ക്കായി രണ്ട് കൈ മുന്നോട്ട് നീട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. ये बाएं हाथ से पेट को मलते हुए, അവര് ഇടത് കൈകൊണ്ട് അവരുടെ വയറ് തിരുമിക്കൊണ്ട് ചലത്തെ ഹെ. और दाहिना हाथ दानी लोगों की दया दृष्टि पाने के लिए बढ़ाते हैं. വലത് കൈ ദാനശീലരായ ആളുകളുടെ നേർക്ക് അവരുടെ ദയാദൃഷ്ടിക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ വലത് കൈ നീട്ടിക്കൊണ്ട് നടക്കുന്നു. ഉൻകെ ഹോണ്ട് ഭൂക്ക് സെ സൂക്ക് ഗേ, അവരുടെ ചുണ്ടുകൾ വിശപ്ന് ഉണങ്ങി വരണ്ടിരിക്കുന്നു. ദാനി ലോകോം സെ ഉനെ കുച്ചുഭി നഹി മില, ധനികരായിട്ടുള്ള ആളുകളിൽ നിന്ന് അവർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നുമില്ല. वे केवल आंसुओं के खूंड पीकर रह जाते हैं, അവർ കേവലം അവരുടെ കണ്ണുനീർ തുള്ളികൾ വലിച്ചു കുടിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. कभी वे सड़क पर खड़े होकर जूठे पत्तलों को चाटते हैं, ഇടയ്ക്ക് ചിലപ്പോൾ അവർ റോഡ് സൈഡിൽ കൂട്ടിയിരിക്കുന്ന എച്ചിലകൾ പോലും നക്കാറുണ്ട്. उस समय उन्हें കുത്തോം സെ ഭി ലഡ്ന പഡ്താ ഹെ, ആ സമയത്ത് പട്ടികളോടുപോലും അവർക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് ആ എച്ചിലിലകൾ നക്കുവാൻ പട്ടികളും കാത്തു നിൽക്കുന്നു. ഭിക്കാരി ബച്ചോं की यह दीनदशा देखकर कवि कहते हैं, ഭിക്ഷക്കാരായ കുട്ടികളുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കവി പറയുന്നു, മേരെ പാസ് ഉൻകെ പ്രതി സഹാനുഭൂതി കാമൃത്, എൻ്റെ പക്കൽ നിങ്ങളോട് സഹാനുഭൂതിയുടെ അമൃതുണ്ട്. എൻ്റെ പക്കൽ നിങ്ങളോട് കാണിക്കുവാൻ എനിക്ക് സഹാനുഭൂതിയുടെ അമൃതുണ്ട്. മേ മുസ്സെ ഉൻകെ ഹൃദയക്കു സൂഞ്ചിലുങ്ക, ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നനച്ചു തരാം. അവർ ഉൻകെ ദുഃഖക്കു അപ്പനെ ഹൃദയമേ ഖീഞ്ചിലുങ്ക, അവരുടെ ദുഃഖത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കാം. ജിസ്സെ വേ അഭിമന്യു കെ സമാൻ വീര ഔർ ബഹാദുർ ഹോ സകോഗി, അതിലൂടെ അവർക്ക് വീരനായ അഭിമന്യുവിനെ പോലെ സമർത്ഥനായി തീരുവാൻ സാധിക്കും.
भिखारी के बच्चों को देखकर समाज के पूंजीवादी लोग तनिक भी नहीं पिघलते. ഭിക്ഷക്കാരായ കുട്ടികളെ കണ്ടിട്ട് സമൂഹത്തിലെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് അല്പം പോലും ദയവുണ്ടാവണില്ല. किंतु कवि उनमें वीर अभिमन्यु की कल्पना करता है. എന്നാൽ കവി അവരെ വീരനായ അഭിമന്യുവിനെ പോലെ പരിഗണിക്കുന്നു. इस कल्पना की पूर्ति के लिए वह समाज के समस्त गरल को पान करने के लिए तैयार है. ഈ സങ്കല്പത്തിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഷം പോലും പാനം ചെയ്യാൻ തയ്യാറാണ് അവർ. निराला जी की यह कविता उनकी अनुभूति की सच्चाई को प्रदर्शित करती है. നിരാലാജിയുടെ ഈ കവിത അവരുടെ അനുഭൂതിയുടെ സത്യസന്ധതയെ പ്രദർശിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ സത്യസന്ധതയെ പ്രദർശിപ്പിക്കുന്നു. भिक्षुक का शब्द चित्र खींचते समय पहले वे उसकी भूख के माध्यम से उसे कुत्तों की श्रेणी में पहुंचाते हैं. ഭിക്ഷുക എന്ന ആ ശബ്ദചിത്രം സമയത്ത് ആദ്യമേ അദ്ദേഹം വിശപ്പിനെ ഉസ്കി ഭൂക്ക് കെ മാധ്യം സെ അവരുടെ വിശപ്പിനെ അദ്ദേഹം പട്ടികളുടെ ശ്രേണിയിലേക്ക് വരെ എത്തിച്ചു കൊണ്ടുപോകുന്നു. कविता के अंत में भिखारियों को इस दशा तक पहुंचाने वाले समाज के प्रति विद्रोह भाव जगाकर संघर्ष करने की प्रेरणा वे देते हैं. കവിതയുടെ അവസാനം ഭിക്ഷക്കാരുടെ ഈ അവസ്ഥ അവരെ ഈ അവസ്ഥ വരെ എത്തിച്ചു കൊടുത്ത സമൂഹത്തിനോട് ഒരു വൈരാഗ്യ ഭാവമാണ് അഥവാ ഒരു വിപ്ലവ ഭാവമാണ് അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭിക്ഷുക് എന്ന സൂര്യകാന്ത് ത്രിപാഠി നിരാലാജിയുടെ വളരെ പ്രധാനപ്പെട്ട ചെറിയ പദ്യം. ഇത് മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതേ പ്രാധാന്യം കൊടുത്ത് എല്ലാവരും പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.